നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ അല്പം ക്രിക്കറ്റ് ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ IPL ഫൈനൽ കണ്ടായിരുന്നു. ഗുജറാത്തും RCB ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ RCB രണ്ടാം കപ്പ് കഴിഞ്ഞ വർഷവും ഈ വർഷവും കഴിഞ്ഞ 18 വർഷമായിട്ട് കപ്പുമില്ല, ഈ സാല കപ്പ് നമ്മേന്ന് പറഞ്ഞ് കുറെ കളിയാക്കിയ കുറെ പേരുണ്ട്. അതില് ഇപ്പോൾ അവർക്കൊക്കെ മിണ്ടാപ്പൂച്ചയായിട്ട് മാറി നിൽക്കാനേ സാധിക്കുകയുള്ളൂ. കാരണം ഇപ്പോൾ RCBയുടെ കാലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അവസാന പോരാട്ടത്തിനിടയിൽ വിരാട് കോഹ്ലിയുടെ ഒരു ക്യാച്ച് ശുഭ്മാൻ ഗിൽ പിടിക്കുന്നുണ്ട് 15ാമത്തെ ഓവറിന്റെ 5ാമത്തെ പന്തിൽ. പക്ഷേ അതൊരു ക്ലിയർ ക്യാച്ച് അല്ലായിരുന്നു. വിരാട് കോഹ്ലി ശുഭ്മാൻ ഗില്ലിനോട് ചോദിക്കുന്നു, ഇതൊരു ക്ലിയർ ക്യാച്ച് ആണോ, ഇത് ഔട്ട് ആണോ എന്ന് ചോദിക്കുമ്പോൾ ശുഭ്മാൻ ഗിൽ പറയുന്നു, ഇതൊരു ഔട്ടാണ്, ഞാൻ കൃത്യമായിട്ട് ക്യാച്ച് പിടിച്ചിട്ടുണ്ട്. അവർ തമ്മിലുള്ള ഒരു ബോണ്ടും ആ ഒരു റിലേഷനൊക്കെ കാരണം വിരാട് കോഹ്ലി ഉടനെ വിശ്വസിച്ച് അത് ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള ആ ഒരു തിരിച്ചു പോക്കിന്റെ സമയത്ത് നമ്മുടെ അഭിമാനിക്കാൻ പറ്റുന്ന നമ്മുടെ മലയാളി അമ്പയർ KN അനന്തപത്മനാഭൻ പറയുന്നു, വിരാട് കോഹ്ലി അല്പം നേരം നിൽക്കൂ, ഇപ്പോൾ റിസൾട്ട് നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ തെളിയും, TV അമ്പയറിന്റെ ജഡ്ജ്മെന്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയെന്ന് നമ്മുടെ KN അനന്തപത്മനാഭൻ വിരാട് കോഹ്ലിയോട് പറയുന്നു. അങ്ങനെ വിരാട് കോഹ്ലി വെയിറ്റ് ചെയ്യുന്നു. പക്ഷേ അമ്പയറിനോട് തിരിച്ച് പറയുന്ന ഒരു മറുപടി ഉണ്ട്, ഓൾറെഡി അവർ ക്യാച്ചാണെന്ന്, ക്ലിയർ ക്യാച്ചാണെന്ന് പറയുന്നു, ഞാൻ പിന്നെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് തിരിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരു മറുപടിയും കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു രംഗത്തെക്കുറിച്ചാണ്, അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വിശദാംശങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ KN അനന്തപത്മനാഭൻ നമ്മുടെ മലയാളി അമ്പയറിനൊരു ഇന്റർവ്യൂ നടത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഇന്റർവ്യൂ നടത്തിയ ആ ഒരു സുഹൃത്തിനോട് വളരെ നന്ദിയും ഭയങ്കര താങ്ക്ഫുൾ ആണ്. കാരണം അമ്പയറിന് ആ ഒരു ഇന്റർവ്യൂ മാത്രമല്ല, അതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ക്രിക്കറ്റിനെ കുറിച്ചും കൂടാതെ സഞ്ജുവിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസിനെ കുറിച്ചും ഇനി ഭാവിയിൽ നമ്മുടെ മലയാളി ക്രിക്കറ്റ് ആരാധിക്കുന്നവർക്കും അതേപോലെ ക്രിക്കറ്റ് പ്രൊഫഷണൽ ആകണമെന്നുള്ളവർക്കും ഒക്കെ വലിയൊരു ഇൻഫർമേഷനാണ് ആ ഇന്റർവ്യൂവിൽ. കൂടാതെ അമ്പയർ ആകേണ്ട കാര്യങ്ങൾ പോലും മലയാളികളായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ അമ്പയറിനുള്ള കോച്ചിങ്ങും അതേപോലെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട്. അവർക്കൊക്കെ കുറെ ഇൻഫർമേഷനാണ് ഈ ഇന്റർവ്യൂവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അപ്പോൾ ഇതൊരു നോട്ട് ഔട്ട് ആയിരുന്നു, ക്ലിയർ ക്യാച്ച് അല്ലായിരുന്നു. ശുഭ്മാൻ ഗിൽ പറയുന്നു ഇതൊരു ഔട്ടാണെന്ന്, അതേപോലെ വിരാട് കോഹ്ലി ഇറങ്ങി പോകുന്നു, അമ്പയർ പറയുന്നു നിൽക്ക്. TV അമ്പയർ ഇപ്പോൾ സ്റ്റാറ്റസ് ഇപ്പോൾ ജഡ്ജിങ് ആണ്, ഇപ്പോൾ ഉടനെ നമുക്ക് റിസൾട്ട് അറിയാമെന്ന് പറയുന്നു. അതേപോലെ വിരാട് കോഹ്ലി കണ്ടു അത് ഔട്ടാണെന്ന്. അവസാനം ശുഭ്മാൻ ഗിൽ പറയുന്നു ഇതെങ്ങനെയാണ് ഔട്ടായത്, നോട്ട് ഔട്ട് ആകുന്നത്, ഞാൻ ക്ലിയർ ക്യാച്ച് ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ശുഭ്മാൻ ഗിൽ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ പുള്ളി അതേപോലെ ഒരു റിയാക്ഷൻ കൊടുക്കുന്നു. ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ നമുക്ക് അതിന്റെ കറക്റ്റായിട്ടുള്ള എന്തായാലും സംഭവിച്ചതെന്നുള്ളത് KN അനന്തപത്മനാഭൻ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ശുഭ്മൻ ഗില്ലിന്റെ അടുത്ത് വിരാട് കോഹ്ലി, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, നീ ഇതിനെന്തിനു അപ്പീൽ ചെയ്തെന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് ദൂരത്തില്ല, എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ശുഭ്മൻ ഗില്ല് എനിക്ക് തോന്നുന്നു, ശുഭ്മൻ ഗില്ല് എന്റെ ഇതിൽ കറക്റ്റായിട്ട് പിടിച്ചു എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അവർ തമ്മിൽ പിന്നെ വേറെ ഇതൊന്നുമില്ല, അവർ തമ്മിൽ നല്ല ടേംസിലാണ്. ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുഭ്മൻ ഗില്ലും വിരാട് കോഹ്ലിയും തമ്മിൽ നല്ല ടേംസിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംസാരം ആയാലും വിരാട് കോഹ്ലി കുറേ അയാളെ മറ്റേ വട്ടളക്കാനൊക്കെ ശ്രമിച്ച് അങ്ങനെയൊക്കെ പോയാൽ ഇയാൾ ചിരിച്ച് അങ്ങനെ നിൽക്കുക, മ്യൂച്വൽ നല്ല റെസ്പെക്റ്റ് ഉള്ള കൂട്ടത്തിലാണ് ഞാൻ കണ്ടെടുത്തോളം. ഞാൻ പറയണം, അവർ തമ്മിൽ നല്ല ടേംസിലാണ്. അപ്പോൾ ഇയാൾ വന്ന് നീ പിടിക്കാത്ത ക്യാച്ചിന് നീ എന്തിനു അപ്പീൽ ചെയ്തെന്നുള്ള രീതിയിൽ, അങ്ങനെ ഒരു തമാശക്കുള്ള രീതിയിൽ ചോദിച്ചെന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊന്നും ഔട്ടൊന്നും അല്ല എന്നുള്ള രീതിയിൽ. അപ്പം ശുഭ്മൻ ഗിൽ അപ്പോഴും നോക്കുകയാണ് ഔട്ട് വരുമോ, ഉറപ്പിച്ചിട്ടില്ലല്ലോ. അപ്പം ശുഭ്മൻ ഗിൽ പറയണത് എനിക്ക് എൻ്റെ ഇതിൽ ഞാൻ പിടിച്ചെന്ന് തന്നെയാണ് വിശ്വാസം എന്ന് പറഞ്ഞപ്പോൾ നോട്ട് ഔട്ട് വന്നു. നോട്ട് ഔട്ട് വന്നപ്പോൾ ഇയാൾ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് അത്